തറവാട്ടിലൊന്നും ഉസ്താദ്മാർക്ക് ചിലവാണ്. അപ്പോൾ ഇമ്മ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പോന്നതാണ് കേട്ടോ. ഞാൻ കുറേ ഉമ്മാനോട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. ഞാൻ വരാതിരിക്കാനെന്ന് രാവിലെ തന്നെ നല്ല പുടുത്തം വിട്ട മഴയായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിലത്തെ പണി അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ പിന്നെ ഇവരുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഉസ്താദ്മാർക്ക് പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറി കണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വന്നേക്കുമ്പോൾ തുടങ്ങിയതാണ് ചായ കുടിച്ചോ എന്നുള്ള പറച്ചിൽ. അപ്പോൾ ഞാൻ കുറേ എനിക്ക് വേണ്ട ഞാൻ കുടിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചായയൊക്കെ എടുത്ത് കുടിച്ചിട്ട് 2 മാസമൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഉസ്താദ്മാരുടെ ചിലവ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 2 ഉസ്താദ്മാരുണ്ട്. അപ്പോൾ പിന്നെ സ്പെഷ്യൽ കൊടുക്കണത് ഏതായാലും ഉച്ചയ്ക്ക് ആക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്ത് പിന്നെ ആകെ ഒരു ഉസ്താദുള്ളൂ. ഉച്ചയ്ക്ക് ഏതായാലും നെയ്ച്ചോറും ചിക്കൻ കറി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ അവർക്കുള്ളതൊക്കെ ഞങ്ങൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഏതായാലും വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ആബി പള്ളിക്കന്ന് വന്നിട്ട് ഓന് ആ ഒരു ചോറ് ഓന് ഉസ്താദ്മാരെ ഇങ്ങോട്ട് വിളിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉമ്മീറ്റ് രാവിലെ തന്നെ ഈ ഒരു പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓല് പള്ളിക്കന്ന് വന്നപ്പോഴേക്കും ഇതിൽ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഏതായാലും ഇത് ഒഴിച്ചണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലാക്കിയിട്ടാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടു കൊടുത്തത്. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുള്ള് തോരാത്ത മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ട് അവർക്കുള്ള ചോറൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചോറ് കുറച്ചൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ആകെ ഒരു ഉസ്താദുള്ളൂല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ചപ്പാത്തികളും ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞോ? ഇന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാളും ഇത് പാടുന്നത്. അപ്പോൾ എന്നോട് വീഡിയോ എടുക്കുക ഞങ്ങൾ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. വൈകുന്നേരത്ത് പിന്നെ ചപ്പാത്തിക്ക് ഞങ്ങൾ മുട്ടക്കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉസ്താദിന് മാത്രമുള്ള ഞങ്ങൾ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഉച്ചക്കത്തെ കറിയിലുണ്ടായിരുന്നു. അങ്ങനെ രാത്രിക്കത്തെ ഫുഡും പാത്രത്തിലാക്കിയിട്ട് അതിന് ഇച്ചുകുട്ടിയുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് പിന്നെ വൈകുന്നേരത്തെ ചപ്പാത്തി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഉച്ചക്കത്തിലെ ചോറുള്ളതും കൊണ്ട് ഞങ്ങളെല്ലാവരും പിന്നെ ആ ഒരു നെയ്ച്ചോറ് തന്നെയാണ് രാത്രി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.